മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽക്കാൻ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിജി, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ. ഞാൻ കടുത്തുരുത്തിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2023 ഫെബ്രുവരി മാസത്തിലാണ്. ഇവിടെ ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ട്, പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് ഉള്ളൊരു ഉടമ്പടിയാണ് ഞാൻ വെച്ചിരുന്നത്. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരവസരം എനിക്ക് ലഭിച്ചു. അമ്മ മാതാവ് എനിക്കതുപോലെ അതിൻ്റെ എക്സാമൊക്കെ എഴുതണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ എക്സാമിന് പോണ സമയത്ത് കാശ് രൂപവും ഇവിടുന്ന് ലഭിച്ച ഉപ്പും ഒക്കെ ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എക്സാമൊക്കെ പാസ്സാകാൻ സാധിച്ചു. പ്രോമെട്രിക് എക്സാം ആയിരുന്നു. അത് പാസ്സാകാനായിട്ട് എനിക്ക് സാധിച്ചു. അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. പാസ്സാകില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് തന്നെ മാതാവിനോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഖത്തർ പ്രോമെട്രിക്കാണ് എഴുതിയത്. അത് പാസ്സാകാൻ എന്നെ സഹായിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം സാമ്പത്തികമായിട്ട് പോകുന്നതിന് ഒരുപാട് പൈസ ആവശ്യമായിരുന്നു. ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു ലോൺ എടുക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു. എങ്കിലും ഇതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എങ്ങനെയാണ് എനിക്ക് പൈസ ലഭിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അമ്മ മാതാവ് ഇടപെട്ടതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. എനിക്ക് പോകാനുള്ള എല്ലാ സാമ്പത്തിക നടപടികളും എനിക്ക് സാധിച്ചു തന്നു അമ്മ. എനിക്ക് അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. പിന്നെ എൻ്റെ മോന് അലർജിക്ക് ആസ്മയുടെ ഒരു അസുഖമുണ്ട്. അവനാണെങ്കിൽ പൊടി അടിക്കാൻ മേല. അവൻ ഒരാഴ്ച സ്കൂളിൽ പോയാൽ അടുത്ത ആഴ്ച അവന് സ്കൂളിൽ പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ലീവ് ലെറ്റർ എഴുതുന്ന ഡയറിയുടെ പേപ്പർ തീരുന്നവരെ ഞങ്ങൾക്ക് എഴുതേണ്ട ഒരവസ്ഥയായിരുന്നു. ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു അസ്വസ്ഥതയായിരുന്നു. അവന് ഒരു 2 വയസ്സ് ആ സമയം തൊട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ ഇൻഹേലർ എടുക്കേണ്ട ഒരു അവസ്ഥ വരെ എത്താറുള്ളതാണ്. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അമ്മ മാതാവിനോട് കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്നും. അതിൻ്റെ ഫലമായിട്ട് 1 വർഷമായിട്ട് അവൻ ഇൻഹേലർ എടുക്കേണ്ട ഒരാവശ്യം വന്നില്ല. അല്ലാതെ അമ്മ അവനെ പൂർണ്ണമായും അമ്മയുടെ ഇടപെടലിലൂടെ അവന് ലഭിച്ച സൗഖ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. അതല്ലാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയോട് എന്ത് ചോദിച്ചാലും അമ്മ കൂടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. എനിക്ക് ആദ്യ സമയങ്ങളിലൊന്നും മാതാവിനോട് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ കുടുംബത്തിൽ എൻ്റെ പപ്പയാണേലും വളരെ ഒരു മരിയ ഭക്തനായിരുന്നു. എങ്കിലും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് മാതാവിൻ്റെ രൂപമാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിന് എന്നെ ആവശ്യമുണ്ടല്ലേ, മാതാവ് എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. അതിനുശേഷമാണ് എനിക്ക് മാതാവിനോട് ഒരു വലിയ ഒരു സ്നേഹവും ഒക്കെ ഉണ്ടായി. അതെൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് അനുഭവമാക്കി തന്നു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തനം, ഞാനൊരു നേഴ്സാണ്. ആദ്യ സമയങ്ങളൊക്കെ തിരക്കുള്ള സമയത്ത് പേഷ്യൻസൊക്കെ നമ്മളോട് എപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേന് നമുക്കൊരു മനസ്സിലൊരു ദേഷ്യം തോന്നാറുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചു, ഇതെനിക്കൊരു അവസരമാണല്ലോ, അങ്ങനെ എനിക്ക് തോന്നി, നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ളൊരു അവസരമാണല്ലോ എന്ന് മനസ്സിലാക്കി വളരെ സ്നേഹത്തോടെ അവരോട് ഇടപെടാനും അവർക്ക് ഒരുപാട് ആശ്വാസം നൽകുവാനും എനിക്ക് സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസനത്തിലെ പത്രം കഴിവതും എല്ലാവർക്കും പ്രാർത്ഥനയോടെ കൊടുക്കും.